പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആൻഷ്യൻറ്റ് മെഡീവൽ പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ള നമ്മുടെ കോർ പേപ്പർ പൊളിറ്റിക്കൽ സയൻസ് ഫോർത്ത് സെമ്മിലെ കോർ പേപ്പറിൻ്റെ അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ് ടു ദി സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ള ഒന്നാമത്തെ മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ് ടു ദി സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ളത് നമ്മൾ മുൻപ് ഒന്നാമത്തെ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ സെമസ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അതായിരുന്നു, അതായത് അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ് ടു ദി പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതായിരുന്നു. ഇവിടെ നമുക്ക് പൊളിറ്റിക്കൽ തോട്ട് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. കണ്ടൻറ്റുകളൊക്കെ ഏകദേശം ഒരു 90% സെയിം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ തോട്ട് പഠിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, അതിൻ്റെ വ്യത്യസ്ത സമീപന രീതികൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രത്തെക്കുറിച്ച്, രാഷ്ട്രങ്ങളിലെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ അന്വേഷണം നടത്തുന്ന ഒരു ശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമായ അപ്രോച്ചുകൾ പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്രോച്ചുകൾ പ്രധാനമായിട്ടും രണ്ട് രീതികളിൽ തരംതിരിച്ചിട്ടുണ്ട്. അപ്രോച്ചുകളെ രണ്ട് രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. ആ രണ്ട് രീതികളാണ് ഫസ്റ്റ് വൺ ട്രഡീഷണൽ അപ്രോച്ചസ്, അതായത് പരമ്പരാഗതമായിട്ട് തുടർന്നു പോരുന്ന അപ്രോച്ചുകൾ. പിന്നെ ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന അപ്രോച്ചുകൾ എന്നുള്ള പേരിൽ മോഡേൺ അപ്രോച്ചസ് എന്നുള്ള രണ്ടാമത്തെ രീതിയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതികൾ അപ്രോച്ചുകൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കണം. ട്രഡീഷണൽ അപ്രോച്ചാണ് ഒന്നാമത്തേത്, രണ്ടാമത്തേത് മോഡേൺ അപ്രോച്ചാണ്. അപ്പം ട്രഡീഷണൽ അപ്രോച്ച് എന്താണ് പോയിൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ട്രഡീഷണൽ അപ്രോച്ച് പ്രധാനമായിട്ട് പ്രാധാന്യം നൽകുന്നത് ഫിലോസഫിക്കൽ ആർഗ്യുമെൻസിനാണ്. ഫിലോസഫിക്കൽ അല്ലെങ്കിൽ വാല്യൂസിന്, സമൂഹത്തിലുള്ള മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ച് എന്നുള്ളത് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ തത്വശാസ്ത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ട്രഡീഷണൽ അപ്രോച്ച് നിലനിൽക്കുന്നത്. സമൂഹത്തിലുള്ള ചില വാല്യൂസിനാണ് അത് പ്രാധാന്യം നൽകുന്നത്. അത്രയും ആണ് ട്രഡീഷണൽ അപ്രോച്ച് എന്നുള്ളതിൽ ഓർത്ത് വെക്കാനുള്ളത്. ഇനി മോഡേൺ അപ്രോച്ച് എന്ന് വെച്ചാൽ അങ്ങനെ വാല്യൂസിലോ അല്ലെങ്കിൽ ഫിലോസഫിയിലോ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പഠനം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അതിൽ മാറ്റങ്ങൾ വരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പുതിയ അപ്രോച്ചുകൾ വന്നു. അതിനെ നമ്മൾ ആധുനിക സമീപനങ്ങളെന്നോ അല്ലെങ്കിൽ മോഡേൺ സയൻറ്റിഫിക് അപ്രോച്ചസ് എന്നുള്ള പേരിലും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു രണ്ട് രീതിയിലാണ് അപ്രോച്ചുകൾ നിലനിൽക്കുന്നത്. ഒന്നാമത്തേത് ട്രഡീഷണലാണ്, രണ്ടാമത്തേത് മോഡേൺ അപ്രോച്ചാണ്. ദെൻ ട്രഡീഷണൽ അപ്രോച്ച്, ഈ ട്രഡീഷണൽ അപ്രോച്ചിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്രോച്ചുകളെ മൊത്തത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചു. ഒന്നാമത്തേത് ട്രഡീഷണൽ അപ്രോച്ച്, രണ്ടാമത്തേത് മോഡേൺ അപ്രോച്ച്. ഇനി ഈ ട്രഡീഷണൽ അപ്രോച്ചിനെ വീണ്ടും വ്യത്യസ്ത രീതികളിൽ എന്ത് ചെയ്യാറുണ്ട്, തരംതിരിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് ഫിലോസഫിക്കൽ അപ്രോച്ചാണ്. ട്രഡീഷണൽ അപ്രോച്ചസിൽ ഒന്നാമത്തേത് ഫിലോസഫിക്കൽ അപ്രോച്ച്, രണ്ടാമത്തേത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, മൂന്നാമത്തേത് ലീഗൽ അപ്രോച്ച്, നാലാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. ഇങ്ങനെ 4 അപ്രോച്ചുകളായിട്ടാണ് നിലനിൽക്കുന്നത്. ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഇനി പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രഡീഷണൽ അപ്രോച്ച്. അപ്പം നമ്മളിതിന് മുൻപ് പറഞ്ഞല്ലോ, ഫിലോസഫിക്കൽ അപ്രോച്ച്, ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, ലീഗൽ അപ്രോച്ച്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്നുള്ളത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു അപ്രോച്ച് നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് വരും. അല്ലെങ്കിൽ മൊത്തത്തിൽ ട്രഡീഷണൽ അപ്രോച്ച് എന്നുള്ളത് ഒരു എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രഡീഷണൽ അപ്രോച്ചസ്, അതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഒന്നാമത്തേത് ട്രഡീഷണൽ അപ്രോച്ച് നോർമാറ്റീവ് എന്ന രീതിയിലും അതോടൊപ്പം വാല്യൂസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ്. ഈ നോർമാറ്റീവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അത് വാല്യൂസിന് പ്രാധാന്യം നൽകുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഫിലോസഫിക്കലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠനം നടത്തുന്നത്. ശാസ്ത്രീയമായ രീതിയിലല്ല. അതായത് ശാസ്ത്രീയമായ രീതി എന്ന് വെച്ചാൽ ശാസ്ത്രത്തിൻ്റെ ആശയങ്ങളല്ല ഉപയോഗിക്കുന്നത്, സമൂഹത്തിൽ നിലനിൽക്കുന്ന വാല്യൂസിനെയാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നോർമാറ്റീവ് എന്ന വേർഡ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. ലാർജ്ലി നോർമാറ്റീവ്. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് നോർമാറ്റീവ് അപ്രോച്ചാണ്. ദെൻ ഇറ്റ് ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ദി വാല്യൂസിനാണ് അതിൽ എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം നൽകുന്നത്. രണ്ടാമത്തെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് ട്രഡീഷണൽ അപ്രോച്ച് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പൊളിറ്റിക്കൽ സ്ട്രക്ചർ, അതായത് ഇപ്പോൾ നമ്മുടെ ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി അവയൊക്കെ എങ്ങനെ നിലനിൽക്കുന്നു, ആ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ എന്തെല്ലാം നടക്കുന്നു എന്നതിനൊക്കെ വെച്ചിട്ട് ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന ഒരു ശാഖ കൂടിയാണ് ട്രഡീഷണൽ അപ്രോച്ച്. മൂന്നാമത്തേത് ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന
ഉദ്ദേശിക്കുന്നതിന് വലിയ പ്രാധാന്യം ട്രഡീഷണൽ അപ്രോച്ച് നൽകുന്നില്ല. ഓക്കെ, അതായത് ശാസ്ത്രീയമായ രീതിയിൽ പ്രാധാന്യം നൽകുന്നില്ല എന്ന് വെച്ചാൽ ഈ ശാസ്ത്രം എന്നുള്ളത് ചില സൂചകങ്ങൾ മാത്രമാണെന്നും അതിന് സമൂഹത്തിൽ വാല്യൂസിനെ അല്ലെങ്കിൽ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലല്ല ശാസ്ത്രം നിലനിൽക്കുന്നതെന്നുമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് ഇവർ പ്രാധാന്യം നൽകുന്നില്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനം, എംപിരിക്കൽ സ്റ്റഡി എന്നുള്ളതിന് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു സയൻറ്റിഫിക് സബ്ജക്റ്റ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെ ഒരു സയൻറ്റിഫിക് സബ്ജക്റ്റ് അല്ല പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതും. അതിനാൽ തന്നെ ഇവിടെ വാല്യൂസിന് അല്ലെങ്കിൽ തത്വങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളതെന്നും അതുകൊണ്ട് തത്വശാസ്ത്ര സംഹിതയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പൊളിറ്റിക്കൽ സയൻസിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തോട്ടിനെയൊക്കെ സമീപിക്കാൻ എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രഡീഷണൽ അപ്രോച്ചിനെ 4 തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തേത് ഫിലോസഫിക്കൽ അപ്രോച്ച്, രണ്ടാമത്തേത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, മൂന്നാമത്തേത് ലീഗൽ അപ്രോച്ച്, നാലാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് ചോദ്യങ്ങൾ വരാറുണ്ട്, ടൈപ്സ് ഓഫ് ട്രഡീഷണൽ അപ്രോച്ച്. അപ്പോൾ നമ്മുടെ എസ് എ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ 4 എഴുതാം. ദെൻ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് സൂചിപ്പിക്കുന്നത്, അതിൻ്റെ വക്താക്കൾ ആരൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം. ഒന്നാമത്തേതായിട്ട് പറയുന്നത് ഫിലോസഫിക്കൽ അപ്രോച്ച്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം തത്വശാസ്ത്രം അല്ലേ. അപ്പോൾ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അപ്രോച്ചസിനെയാണ് നമ്മൾ ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയാം. അപ്പോൾ സ്പെക്കുലേറ്റീവ് അപ്രോച്ച് എന്നും മെറ്റാഫിസിക്കൽ അപ്രോച്ച് എന്നും 2 രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ഇത് വീണ്ടും അറിയപ്പെടാറുണ്ട്. അതായത് ഫിലോസഫിക്കൽ അപ്രോച്ചിനെ മെറ്റാഫിസിക്കൽ അപ്രോച്ച് എന്ന് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ സ്പെക്കുലേറ്റീവ് അപ്രോച്ച്, സ്പെക്കുലേഷൻ എന്ന് വെച്ചാൽ ഊഹാപോഹങ്ങൾ അല്ലേ, നമുക്ക് ഊഹിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ശരിയായിരിക്കും, അങ്ങനെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ നിലനിൽക്കുന്ന അപ്രോച്ചാണ് ഫിലോസഫിക്കൽ അപ്രോച്ച്. അപ്പോൾ അതിനെ വിളിക്കുന്ന 2 പേരാണ് സ്പെക്കുലേറ്റീവും മെറ്റാഫിസിക്കൽ അപ്രോച്ച് എന്നുള്ളതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സമൂഹത്തിൽ ഒരു സ്റ്റേറ്റ് സംവിധാനം ഏത് രീതിയിൽ നിലനിൽക്കണമെന്നുള്ളതും അതോടൊപ്പം അതിൽ വാല്യൂസിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരിക്കണം എന്നുമാണ് ഫിലോസഫിക്കൽ അപ്രോച്ചിൻ്റെ അടിസ്ഥാന ആശയം. അതായത് സമൂഹത്തിൽ ഒരു സ്റ്റേറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം, അവരെന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ജനങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം, ആ രീതിയിൽ ഒരു സ്റ്റേറ്റ് ഏതെല്ലാം രീതിയിൽ നിലനിൽക്കണം എന്നുള്ളത്, ആ സ്റ്റേറ്റിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് ഒരു വാല്യൂസായിട്ട് പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, പഠനം നടത്തുക. മൂന്നാമതായിട്ട് പറയുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങളെ തത്വശാസ്ത്ര സംഹിതയുടെ സഹായത്തോടു കൂടി വിശദീകരിക്കുകയും പരിഹാരം കാണുകയും ചെയ്യുക. അതായത് രാഷ്ട്രത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും, ആ ഇഷ്യൂസിനെയൊക്കെ ഫിലോസഫിക്കലായിട്ട് എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക, ഫിലോസഫിക്കലായിട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം നടത്തുക എന്നുള്ളതുമാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് അറിയപ്പെടുന്നത് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ ഇങ്ങനെയുള്ള ആളുകളും അവരുടെ ഗ്രന്ഥങ്ങളൊക്കെയാണ്. കാരണം അവർ ഒരുപാട് ഫിലോസഫേഴ്സാണ്. അതോടൊപ്പം അവർ ഇങ്ങനെയുള്ള വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവരെന്ത് ചെയ്തിട്ടുള്ളത്, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ആൻഷ്യൻ്റ് പീരീഡ് മുതലുള്ള നമ്മുടെ പൊളിറ്റിക്കൽ സംവിധാനത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലോസഫിക്കൽ അപ്രോച്ചിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് അറിയപ്പെടാൻ പറ്റുന്നത് ഈ 2 പേരെയാണ്, അതായത് പ്ലാറ്റോയെയും അരിസ്റ്റോട്ടിലെയും. ഓക്കെ, പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ ഫിലോസഫിക്കൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിളാണ്. ഇനി ഫിലോസഫിക്കൽ അപ്രോച്ച് പ്രധാനമായും വാല്യൂസിന് അല്ലെങ്കിൽ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മനുഷ്യൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അതോടൊപ്പം ഗവൺമെൻറ് സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പെരുമാറ്റവും എല്ലാം ഒരു പ്രത്യേക എത്തിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നതെന്നും അതിനാൽ വാല്യൂസിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നുമാണ് ഇവർ പറയുന്നത്. അതായത് ഒരു എത്തിക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ധാർമ്മികത എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ധാർമ്മികത, ഒരു കാര്യം നമ്മൾ നല്ല കാര്യമാണോ മോശം കാര്യമാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് അത് ഒരിക്കലും തന്നെ സയൻസിന് അതിൽ പങ്കില്ല എന്നും പകരം അതൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ എന്നാണ് ഈ ഫിലോസഫിക്കൽ അപ്രോച്ചിൻ്റെ വക്താക്കൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ആശയമല്ല ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് പറയപ്പെടുന്നത് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ലിയോ സ്ട്രോസ്, ഇവരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ അപ്രോച്ചാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്.
അപ്പോൾ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് നമ്മൾ നേരത്തെ ഫിലോസഫിക്കൽ എന്ന് പറയുമ്പോൾ തത്വശാസ്ത്രം എന്ന് പറഞ്ഞു അല്ലേ. ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ ചരിത്രം എന്നുള്ളതാണ്. ഹിസ്റ്ററി നമ്മൾ ചരിത്രത്തിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതിനെ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അങ്ങനെ മുൻപ് കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടോ അതിനെ പഠന വിധേയമാക്കിയിട്ട് പുതിയ കാലഘട്ടത്തിലെ പുതിയ സംഭവവികാസങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് പഠനം നടത്തുന്ന രീതിയാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് വാട്ട് ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ്, ലോകത്ത് മുൻപ് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ സയൻസിനെ പഠനം നടത്തുന്ന രീതിയാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാറി മാറി വരുന്ന സന്ദർഭങ്ങളിൽ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ പഠന വിധേയമാക്കാൻ സഹായിക്കുന്ന ഒരു അപ്രോച്ച് കൂടിയാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും മുൻപ് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി പഠനം നടത്തി അതിൽ പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഉണ്ട്. അതായത് എപ്പോഴും ചരിത്രത്തെ അടിസ്ഥാനമാക്കി മാത്രം പഠനം നടത്തി കഴിഞ്ഞാൽ ഒരുപാട് പിഴവുകൾ വരാൻ സാധ്യത ഉണ്ടെന്ന് പലരും വിമർശനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് അറിയപ്പെടുന്നത് മാക്കിയവെല്ലി, സെബൈൻ, ഡണ്ണിങ്. ഓക്കെ, ഇവർ 3 പേരുമാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് അറിയപ്പെടുന്നത്. ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് വെച്ചാൽ മുൻപ് ലോകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ മുൻപ് നമ്മുടെ ലോകത്ത് നടന്ന സംഭവങ്ങളുടെ പരിണിത ഫലങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് അതിൽ നിന്നും പഠനം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സംവിധാനങ്ങൾക്ക് പ്രശ്ന പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ അപ്രോച്ചാണ് ലീഗൽ അപ്രോച്ച്. ലീഗൽ അപ്രോച്ച് എന്ന് വെച്ചാൽ ലീഗൽ എന്ന് വെച്ചാൽ തന്നെ നമുക്കറിയാം നിയമങ്ങൾ. ഓരോ നാട്ടിലും നിയമങ്ങളുണ്ടാകും അല്ലേ. നമുക്കിപ്പോൾ ഇന്ത്യയിൽ നിയമങ്ങളുണ്ട്. മറ്റൊരു രാജ്യത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഗൾഫിലേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങളുണ്ട്. ഇനി ഒരാൾ അമേരിക്കയിലേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിയമങ്ങളുണ്ട്. അങ്ങനെ ഓരോ നാട്ടിലും നിയമങ്ങളുണ്ടാകും. അപ്പോൾ ലീഗൽ അപ്രോച്ച് എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ തോട്ടിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുക എന്ന് പറയുന്ന രീതിയാണ് ലീഗൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിശകലനം നടത്തുക എന്നതാണ് ഈ ഒരു ലീഗൽ അപ്രോച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യം നിയമങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതെല്ലാം രീതികളിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്നും നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ അതിൻ്റെ നിയമസംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാജ്യത്തെ സംവിധാനങ്ങൾ ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പൊളിറ്റിക്കൽ സയൻസിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തോട്ടിനെയൊക്കെ പഠനം നടത്താൻ പറ്റും. അങ്ങനെ നിയമങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പഠനം നടത്തുന്ന രീതിയാണ് ലീഗൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ നിയമങ്ങൾ ഓരോ വ്യക്തികളും സമൂഹത്തിൽ അംഗീകരിക്കേണ്ടതായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ മാത്രമാണെന്നും അതുപയോഗിച്ചുകൊണ്ടൊരു രാഷ്ട്രീയ വിശകലനം സാധ്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് വിമർശകർ ലീഗൽ അപ്രോച്ചിനെയും എന്ത് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. ഇനി ലീഗൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളാണ് ഒന്നാമത്തേത് സിസേറോ ലീഗൽ അപ്രോച്ചിൻ്റെ വക്താവാണ്. ജീൻ ബോഡിൻ, പിന്നെ ജോൺ ഓസ്റ്റിൻ, ഇവരൊക്കെ ലീഗൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളാണ്. അപ്പോൾ ലീഗൽ അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിശകലനം, രാഷ്ട്രീയ ചിന്തകളൊക്കെ എന്ത് ചെയ്യുക, പഠന വിധേയമാക്കുക എന്നുള്ളതാണ് ലീഗൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം, സ്ഥാപന സംവിധാനങ്ങൾ അല്ലേ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സ്ഥാപന സംവിധാനങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കോടതികളുണ്ട് അല്ലേ. അപ്പോൾ ആ രീതികളിൽ ഓരോ നാട്ടിലും നിലനിൽക്കുന്ന സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ വ്യത്യസ്ത പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ പഠനം നടത്തി അല്ലെങ്കിൽ അതിൻ്റെ സഹായത്തോടു കൂടി പൊളിറ്റിക്കൽ സയൻസിനെ പഠനം നടത്തുക എന്നുള്ളതാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിനെ സ്ട്രക്ചറൽ അപ്രോച്ച് എന്നുള്ള പേരിൽ എന്ത് ചെയ്യാറുണ്ട്, അറിയപ്പെടാറുണ്ട്. സ്ട്രക്ചറൽ അപ്രോച്ച് എന്നുള്ള പേരിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അങ്ങനെ പ്രധാനപ്പെട്ട 3 സംവിധാനങ്ങളുണ്ടല്ലോ. ആ ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും പ്രവർത്തനങ്ങൾ, ആ സംവിധാനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ ലെജിസ്ലേച്ചർ എങ്ങനെ പ്രവർത്തിക്കുന്നു,
ജുഡീഷ്യറി എങ്ങനെ പ്രവർത്തിക്കുന്നു, എക്സിക്യൂട്ടീവ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിശകലനം നടത്തുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഓരോ രാജ്യത്തുമുള്ള വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്നും അതോടൊപ്പം അതിൻ്റെ ഒരു താരതമ്യം പഠനം നടത്തുകയും ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൻ്റെ ഒരു മേഖലയാണ്. എന്നാൽ സ്ഥാപനങ്ങൾ കൃത്യമായും യഥാർത്ഥ വിശകലനം നടത്താൻ സ്ഥാപനങ്ങൾ ഇപ്പോൾ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഓരോ നാട്ടിലും ഉണ്ടാകും. പക്ഷെ അതൊന്നും വെച്ചിട്ട് ഒരു രാഷ്ട്രീയ വിശകലനം കൃത്യമായി നടത്താൻ കഴിയില്ലെന്ന് പല വിമർശകരും എന്ത് ചെയ്യുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കൾ ഹാരോൾഡ് ജോസഫ് ലാസ്കി ഒരു വക്താവാണ്. പിന്നെ ആർതർ ബെൻലി മറ്റൊരു പ്രധാനപ്പെട്ട വക്താവാണ്. പിന്നെ ജെയിംസ് ബ്രൈസ്. ഇങ്ങനെ ഇവർ 3 പേരും ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൻ്റെ വക്താക്കളായിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പൊളിറ്റിക്കൽ തോട്ടിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിനെ പഠനം നടത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രീതികളെക്കുറിച്ചാണ്. അതിൽ നമ്മൾ 2 തരത്തിലുള്ള രീതികൾ പറഞ്ഞു, അപ്രോച്ചുകൾ പറഞ്ഞു. ട്രഡീഷണൽ അപ്രോച്ച് പറഞ്ഞു, മോഡേൺ അപ്രോച്ച് പറഞ്ഞു. ആ ട്രഡീഷണൽ അപ്രോച്ചിനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്നും ആ 4ആയിട്ട് തരംതിരിച്ചത് ഒന്നാമത്തേത് പ്രധാനമായിട്ട് ഫിലോസഫിക്കൽ എന്നുള്ളതും, രണ്ടാമത്തേത് ഹിസ്റ്റോറിക്കൽ എന്നുള്ളതും, മൂന്നാമത്തേത് ലീഗൽ അപ്രോച്ച് എന്നുള്ള രീതിയിലും, നാലാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്നുള്ള രീതിയിലുമാണ് നിലനിൽക്കുന്നത് എന്നും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഈ രീതിയിൽ പ്രധാനപ്പെട്ട 4 ട്രഡീഷണൽ അപ്രോച്ചസാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.